എവരിവൺ, ഫിസിക്സ് ബോക്സിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് +2 ഫിസിക്സിലെ കറന്റ് ആൻഡ് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിന്റെ പാർട്ട് 4 വീഡിയോ ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന്റെ കണ്ടന്റിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മൾ എടുക്കാൻ പോണ കണ്ടന്റുകൾ എന്തൊക്കെയാണെന്ന് ആദ്യം ഒന്ന് പരിചയപ്പെട്ടാലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോണ പ്രധാനമായിട്ടുള്ള കണ്ടന്റുകൾ കിർച്ചോഫ് ലോസ് ആൻഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ പാർട്ട് 4 വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വേഗം തന്നെ നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ, അപ്പം കിർച്ചോഫ് ലോ അതുപോലെ തന്നെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്, അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ കിർച്ചോഫ് ലോസ് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നത് കറന്റിനായിട്ടാണ് മനസ്സിലാക്കുക. അതായത് കറന്റുമായി ബന്ധപ്പെട്ടിട്ടാണ് കിർച്ചോഫ് ലോ കിടക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ കറന്റിനെ കുറിച്ചുള്ള തിയറികളാണ് കിർച്ചോഫ് ലോസിൽ പറയുന്നത്. കിർച്ചോഫിന് പ്രധാനമായും 2 ലോസുകൾ ഉണ്ട്. അതിലൊന്നാണ് കിർച്ചോഫിന്റെ ജംഗ്ഷൻ റൂൾ ആൻഡ് സെക്കൻഡ് വൺ ആണ് കിർച്ചോഫിന്റെ ലൂപ്പ് റൂൾ. അപ്പം അവ എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കിർച്ചോഫിന്റെ ഫസ്റ്റ് ലോ ആയിട്ടുള്ള കിർച്ചോഫിന്റെ ജംഗ്ഷൻ റൂൾ എന്താണെന്ന് നമുക്ക് ആദ്യം പരിചയപ്പെടാം. അപ്പോൾ കിർച്ചോഫിന്റെ ജംഗ്ഷൻ റൂൾ ഇപ്പൊ നമുക്ക് ഒന്ന് മാർക്ക് ചെയ്യാം. ഇതാണ് കിർച്ചോഫിന്റെ ഫസ്റ്റ് ലോ, അതായത് കിർച്ചോഫിന്റെ ജംഗ്ഷൻ റൂൾ എന്ന് പറയും. ഓക്കെ, അപ്പൊ ആ ലോ എന്താണ് ആദ്യം നമുക്ക് അതിനൊന്ന് പറയാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പൊ സപ്പോസ് നമ്മൾ കണ്ടിട്ടില്ലേ, ഇപ്പൊ നമ്മൾ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്ന ജംഗ്ഷൻ നമുക്കറിയാലോ. ആ ട്രാഫിക് ബ്ലോക്ക് എങ്ങനെയായിട്ട് ഉണ്ടാവുക? അതായത് ഒരു ജംഗ്ഷൻ എടുക്കാം, നമ്മൾ എടുക്കാം. അപ്പൊ നമ്മളൊരു ജംഗ്ഷൻ എടുക്കാം കേട്ടോ. ഒരു ജംഗ്ഷൻ, അതായത് ഇപ്പൊ നമ്മളില്ലേ റോഡിന്റെ ഒരു ജംഗ്ഷൻ. അപ്പൊ വാഹനങ്ങൾ എന്ത് ചെയ്യുക, ഈ ജംഗ്ഷനിൽ നമുക്ക് സർക്കിൾ രൂപത്തിലാണ് ജംഗ്ഷൻ എങ്കിൽ ആ സർക്കിളിലേക്ക് എന്ത് വാഹനങ്ങൾ ഒരു ഭാഗത്തുകൂടെ എത്തൂലേ. ഒരു ഭാഗത്തുകൂടെ എത്തിയിട്ട് എന്ത് ചെയ്യുക, മറുവശത്തേക്ക് എന്ത് ചെയ്യുക, പോവുകയാണ് ചെയ്യുക, ടേൺ ചെയ്ത് പോവുകയാണ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇവിടെ വരുന്ന വാഹനങ്ങൾ എന്ന് പറഞ്ഞ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, കിർച്ചോഫിന്റെ ജംഗ്ഷൻ റൂളിൽ വരുന്ന വാഹനങ്ങളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇവിടെ കറന്റ് ആണ്. അതായത് ആ ജംഗ്ഷനിലേക്ക് കുറെ കറന്റുകൾ ഇതിനെ വരികയാണെന്ന് വിചാരിക്കാം. ഒരു ജംഗ്ഷനിലേക്ക് കുറെ കറന്റ് വരികയാണ്. ഓക്കെ, അപ്പൊ ഇതിന് കറന്റിന് ഓരോ പേരുകൾ നമുക്ക് കൊടുക്കാം. വരുന്ന കറന്റിനെ I1, I2 അഥവാ I3 നമുക്ക് പേര് കൊടുക്കാം. ഓക്കെ, അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് ജംഗ്ഷനിൽ വന്ന കറന്റ് എന്ത് ചെയ്യുക, ആ ജംഗ്ഷനിൽ എന്ത് ചെയ്യുക, പുറത്തേക്ക് പോകുമല്ലോ. ആ പുറത്തേക്ക് പോകുന്ന കറന്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ വേറെ റെപ്രസെന്റ് ചെയ്യാം. ഇപ്പൊ പുറത്തേക്ക് പോകുന്ന കറന്റുകളാണ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഈ ജംഗ്ഷനിൽ പോകുന്ന കറന്റ് ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അതിനൊരു പേര് നമുക്ക് കൊടുക്കാം. നമുക്ക് ഇവിടെ പേര് കൊടുക്കാം I4, I5, I6. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്, ഒരു ജംഗ്ഷനിലേക്ക് കറന്റുകൾ വരികയാണല്ലേ. ഒരു ജംഗ്ഷനിലേക്ക് കുറെ കറന്റ് വരികളാണ്. വരുന്ന കറന്റ് എന്ത് ചെയ്യുക, എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, വരുന്ന കറന്റിനെ എപ്പോഴും പോസിറ്റീവ് ആയിട്ട് എടുക്കണം. അതുപോലെ തന്നെ ഈ ജംഗ്ഷന് പുറത്തേക്ക് പോണ കറന്റ് എന്ത് ചെയ്യുക, നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കറന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വരുന്ന കറന്റ് പ്ലസ് പോകുന്ന കറന്റ് ആയിരിക്കുമല്ലോ. അപ്പൊ വരുന്ന കറന്റ് നമ്മൾ കൂട്ടല്ലേ, വരുന്ന കറന്റ് I1 പ്ലസ് I2 പ്ലസ് I3. ഓക്കെ, പോകുന്ന കറന്റ് എന്ത് ചെയ്യാം, മൈനസ് ആണ് നമ്മൾ ചെയ്യുക. പോകുന്ന കറന്റ് എന്താ, -I4 -I5 -I6. ഓക്കെ, ഈക്വൽ ടു എന്തോ 0 ആയിരിക്കും. കാരണം എന്താ, വരുന്ന കറന്റിന് ഈക്വൽ ആയിട്ടാണ് എന്ത് ചെയ്യുക, പോകുന്ന കറന്റ് എങ്കിൽ അതിന് സം ഓഫ് കറന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം എന്താ, വരുന്ന കറന്റ് പോസിറ്റീവ് ആയിട്ട് എടുക്കണം, പോകുന്ന കറന്റ് എന്ത് ചെയ്യാൻ, നെഗറ്റീവ് ആയിട്ട് എടുക്കണം. അങ്ങനെയാണെങ്കിൽ സം ഓഫ് കറന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പൊ അതായത് സമ്മേഷൻ ഓവർ I ഈസ് ഈക്വൽ ടു എന്താ, 0 നമുക്ക് പറയാൻ പറ്റും. ഈ ലോനെ പറയുന്ന പേരാണ് കിർച്ചോഫ് ലോസ് എന്ന് പറയാം. അതായത് എന്താ പറഞ്ഞത്, ഒരു ജംഗ്ഷനിലേക്ക് വരുന്ന കറന്റും ജംഗ്ഷനിൽ നിന്ന് പോകുന്ന കറന്റ് എന്തായിരിക്കും, തുല്യമായിരിക്കും. അപ്പൊ കിർച്ചോഫ് ലോനെ എങ്ങനെ സ്റ്റേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പൊ കിർച്ചോഫിൽ എന്താ പറഞ്ഞത്, ദി ആൾജിബ്രായിക് സം ഓഫ് കറന്റ് മീറ്റിംഗ് അറ്റ് എനി ജംഗ്ഷൻ ഈസ് 0. ദി ആൾജിബ്രായിക് സം ഓഫ് കറന്റ് മീറ്റിംഗ് അറ്റ് എനി ജംഗ്ഷൻ ഈസ് 0. ഒരു ജംഗ്ഷനിലേക്ക് മീറ്റ് ചെയ്യുന്ന കറന്റ്, അതായത് വരുന്ന കറന്റും പോകുന്ന കറന്റും എന്തായിരിക്കും, തുല്യമായിരിക്കും. അങ്ങനെയാണ് സം ഓഫ് കറന്റ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഈ റൂളിനെ പറയാണ് കിർച്ചോഫിന്റെ ജംഗ്ഷൻ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കിർച്ചോഫ് ലോ ഫസ്റ്റ് ലോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, സെക്കൻഡ് ലോയിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പറയാനുള്ളത് കിർച്ചോഫിന്റെ സെക്കൻഡ് ലോ ആണ്. അതായത് കിർച്ചോഫിന്റെ സെക്കൻഡ് ലോനെ പറയുന്ന പേരാണ് ലൂപ്പ് റൂൾ. എന്താണ് കിർച്ചോഫിന്റെ സെക്കൻഡ് ലോ അഥവാ അതിനെ പറയുന്നതാണ് കിർച്ചോഫിന്റെ ലൂപ്പ് റൂൾ എന്ന് പറയും. അപ്പൊ അതെന്താ നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡയഗ്രാം കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് ആ ഡയഗ്രാം ഒന്ന് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഡയഗ്രാം പ്ലോട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ അത് ഓക്കെ, അപ്പം കിർച്ചോഫിന് നമുക്ക് ഡയഗ്രാം വരയ്ക്കാം. അതിന് മുന്നായിട്ട് കിർച്ചോഫിന്റെ സെക്കൻഡ് ലോന് എന്താ നമുക്ക് സ്റ്റേറ്റ് ചെയ്യണം.
ദി I1, the algebraic sum of product of current and resistance in any closed loop is equal to EMF of that loop എന്ന് പറഞ്ഞത്. എന്താണ്? The algebraic sum of product of current and EMF in a closed loop is equal to EMF of that loop. ഓക്കെ, അപ്പം ദി ആൽജിബ്രൈക് സം ഓഫ് കറന്റ് ആൻഡ് റെസിസ്റ്റൻസ്, കറന്റിന്റെ റെസിസ്റ്റൻസിന്റെ സം ആണ് അല്ലെ, കറന്റ് റെസിസ്റ്റൻസിന്റെ സം ആണ് ശരിക്കും എന്ത് ചെയ്യുക, അത് ദി ആൽജിബ്രൈക് സം ഓഫ് പ്രൊഡക്റ്റ് ഓഫ് കറന്റ് ആൻഡ് റെസിസ്റ്റൻസ്. പ്രൊഡക്റ്റ് ഓഫ് കറന്റ് ആൻഡ് റെസിസ്റ്റൻസിന്റെ സം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, EMFന് ഈക്വൽ ആയിട്ടായിരിക്കും ഇരിക്കുക. ഈ ലോനെ പറയുന്ന പേരായിരിക്കും എന്ത് ചെയ്യുക, ക്രിച്ചോഫിന്റെ ലൂപ്പ് റൂൾ എന്ന് പറയാം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്രിച്ചോഫിന്റെ ലൂപ്പ് റൂൾ എന്ന് പറയാം. ദ ആൽജിബ്രൈക് സം ഓഫ് പ്രൊഡക്റ്റ് ഓഫ് കറന്റ് ആൻഡ് റെസിസ്റ്റൻസ് അറ്റ് എനി ക്ലോസ്ഡ് ലൂപ്പ് ഈസ് ഈക്വൽ ടു EMF ഓഫ് ദാറ്റ് ലൂപ്പ്. അതിനെ പറയുന്നതാണ് ക്രിച്ചോഫിന്റെ ലൂപ്പ് റൂൾ എന്ന് പറയും. അപ്പൊ ക്രിച്ചോഫിന്റെ ലൂപ്പ് റൂൾ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ അതിന്റെ പ്രൂഫ് കാര്യങ്ങളൊക്കെ നോക്കണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡയഗ്രം കൺസിഡർ ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് ഡയഗ്രം വരയ്ക്കാം. ഓക്കെ, അപ്പൊ പ്രൂഫാണ് പറയാൻ പോകുന്നത് കേട്ടോ, ക്രിച്ചോഫിന്റെ പ്രൂഫാണ് പറയാൻ പോകുന്നത്. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡയഗ്രം കൺസിഡർ ചെയ്യാൻ പോവാണ്. അപ്പൊ ഡയഗ്രം വരയ്ക്കുകയാണ്. അപ്പം അതിനായിട്ട് ഇവിടെ ഒരു EMF സോഴ്സ് വരച്ചു. പിന്നെ ഇവിടെ എന്ത് ചെയ്യുക, ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു റെസിസ്റ്റൻസ്, വേറെ അനന്തർ റെസിസ്റ്റൻസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഇതേമാതിരി EMF സോഴ്സ്, ഒരു റെസിസ്റ്റൻസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സർക്യൂട്ടിലുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ലേബൽ ചെയ്യാം. ഇതിനെ ഇവിടെയുള്ള റെസിസ്റ്റൻസിനെ നമുക്ക് R1, R2, R3 എന്ന് കൊടുക്കാം. EMF സോഴ്സ് ആണ് E1 ആൻഡ് E2. ഓക്കെ, ശ്രദ്ധിക്കാം. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഓക്കെ, അപ്പൊ സപ്പോസ് നമുക്ക് ഇവിടെ അടയാളപ്പെടുത്താം. ഓക്കെ, സപ്പോസ് നമുക്കറിയാം ഒരു EMF സോഴ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സെല്ല്, ഒരു EMF സോഴ്സ് എന്ന് എന്ത് ചെയ്യുക, ഒരു കറന്റ് ഇപ്പോൾ വരികയാണ്. E1 എന്നുള്ള വരുന്ന കറന്റ് എന്ത് ചെയ്യുക, ഒരു കറന്റാണ് I1. ഈ I1 എന്നുള്ള കറന്റ് എന്ത് ചെയ്യുക, ഈ ജംഗ്ഷനിലേക്ക് എത്തും അല്ലെ. അപ്പൊ ജംഗ്ഷനിലേക്ക് എത്തുമ്പോൾ എന്താവും, I1 എന്നുള്ള കറന്റ് ജംഗ്ഷനിൽ എത്തും. എന്നിട്ട് ഇതിലൂടെ കടന്നു പോകും, R2 എന്നതിലൂടെ കടന്നു പോകും. ഈ R2 കടന്നു പോയ കറന്റ് എന്ത് ചെയ്യുക, വീണ്ടും എവിടേക്ക് തന്നെ ഈളിലേക്ക് റിട്ടേൺ എത്തും. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിന് നമ്മൾ ലൂപ്പായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം ഏതാണ് പറഞ്ഞത്, ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലൂപ്പായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പം ഇതിനാണ് എന്ത് ചെയ്യുക, ഇങ്ങനെയല്ലേ കറന്റ് വരുന്നത്, ഇങ്ങനെ. ഇത് നമുക്കൊരു ലൂപ്പായിട്ട് കൺസിഡർ ചെയ്യാം. അതിനെന്ത് ചെയ്യാം, പേര് കൊടുക്കുക ലൂപ്പ് 1. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇതേമാതിരി നമുക്ക് എന്ത് ചെയ്യാം, E2 EMF സോഴ്സ് ഒരു കറന്റ് വരികയാണെന്ന് വിചാരിക്കാം. അപ്പൊ E2 EMF സോഴ്സ് ഒരു കറന്റ് ഇതേമാതിരി വരികയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ E2 സോഴ്സ് ഒരു കറന്റ് വരികയാണ്. അപ്പൊ ആ കറന്റിനെ പറയുന്ന പേരാണ് I2. ഓക്കെ, അപ്പം ഈ ജംഗ്ഷനിൽ എത്തിക്കുന്ന കറന്റ് എന്താവും, I1 പ്ലസ് I2 ആയി മാറുമല്ലോ. I1 പ്ലസ് I2 ആയി മാറും I2 വരുമ്പോൾ. ഓക്കെ, ആ I1 പ്ലസ് I2 കറന്റ് ഈ ജംഗ്ഷനിലേക്ക് എത്തും. ജംഗ്ഷനിൽ എത്തി കഴിഞ്ഞാൽ എന്താവും, I1 കറന്റ് മേലോട്ടും I2 കറന്റ് എന്ത് ചെയ്യുക, താഴോട്ടും വരും. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു അനദർ ലൂപ്പ് എന്ത് ചെയ്യാൻ കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പൊ വേറെ ലൂപ്പ് നമുക്ക് വരയ്ക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ വരിക, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് വരിക. അതാണ് ലൂപ്പ് 2 എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. അപ്പൊ എന്താണ് പറഞ്ഞത്, നമ്മൾ ക്രിച്ചോഫിന്റെ ലൂപ്പ് റൂൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ലൂപ്പുകൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ 2 ലൂപ്പ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ക്രിച്ചോഫിന്റെ സെക്കൻഡ് ലൂപ്പ് എന്ത് ചെയ്യാം, നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് 2 ലൂപ്പ് കൺസിഡർ ചെയ്തു. ഇനി നമ്മൾ പറയാൻ വേണമെന്ന് വെച്ചാൽ ലൂപ്പ് 1 ഉണ്ട്, ലൂപ്പ് 2 ഉണ്ട്. അപ്പൊ ലൂപ്പ് 1ഉം ലൂപ്പ് 2 നമ്മൾ കൺസിഡർ ചെയ്യാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, കറന്റ് പോകുന്നത് ഒരേ അതായത് EMF സോഴ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത കറന്റ് പോകുന്നത് ഒരേ ഡയറക്ഷനിലാണ് വിചാരിക്കാം. ഓക്കെ, അതിന്റെ സെയിം ഡയറക്ഷനിലാണ് വേറൊരു കറന്റ് ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എപ്പോഴും പോസിറ്റീവ് ആയിട്ട് എടുക്കണം. ശ്രദ്ധിക്കുക. അതായത് ഇപ്പം സപ്പോസ് നമ്മൾ പോണ ഡയറക്ഷനിൽ കറന്റ് പോണ ഈ I1 ഒരു കറന്റ് സപ്പോസ് പോകുന്നു വിചാരിച്ചോ. അപ്പൊ വേറൊരു കറന്റ് വരുന്നത് അതേ ഡയറക്ഷനിലേക്കാണ് വേറൊരു കറന്റ് പോകുന്നതെന്ന് വിചാരിക്കാം, വേറൊരു I2 എന്നുള്ള കറന്റ് പോകണമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എപ്പോഴും പോസിറ്റീവ് ആയിട്ട് എടുക്കണം. എന്താണ് പോസിറ്റീവ് ആയിട്ട് എടുക്കണം. ഇപ്പൊ സപ്പോസ് I1 എന്നുള്ളൊരു കറന്റ് പോകുന്നുണ്ട്, അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വേറൊരു കറന്റ് I2 വരുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെടുക്കണം, നെഗറ്റീവ് ആയിട്ട് എടുക്കണം. ക്ലിയർ ആണോ. ഈ ഒരു കൺസെപ്റ്റ് ആണ് ഇതിൽ ആവശ്യമായിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, വേഗം തന്നെ അതിന്റെ കാര്യങ്ങളിലേക്ക് പോകാം. അപ്പൊ നമ്മളിത് മായ്ക്കാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ അത് മായ്ക്കാണ്. ഓക്കെ, അപ്പം എന്താ നമുക്ക് എഴുതി നോക്കാം അല്ലെ. ഓക്കെ, അപ്പൊ ലൂപ്പ് 1 അപ്പൊ നമ്മൾ എഴുതണ ലൂപ്പ് 1. ഇപ്പൊ ലൂപ്പ് 1 എഴുതാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്താ പറയുക, ക്രിച്ചോഫിന്റെ ലൂപ്പ് റൂൾ പറയുന്നത് ദി ആൽജിബ്രൈക് സം ഓഫ് പ്രൊഡക്റ്റ് ഓഫ് കറന്റ് ആൻഡ് റെസിസ്റ്റൻസ് ഇൻ എനി ക്ലോസ്ഡ് ലൂപ്പ് ഈസ് ഈക്വൽ ടു EMF. അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇതിലൂടെ E1 ഒരു കറന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് I1 എന്ന കറന്റ് സ്റ്റാർട്ട് ചെയ്തു. ജംഗ്ഷനിലെത്തി I1 പ്ലസ് I2 ഏത് റെസിസ്റ്റൻസിലൂടെ കടന്നുപോയത്, R2 എന്ന റെസിസ്റ്റൻസിലൂടെ.
അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും I1 പ്ലസ് I2 ഇൻറ്റു R2. ക്ലിയർ ആണല്ലോ? പ്ലസ് പ്ലസ് I1 ഇൻറ്റു R1. ഈ I1 അതായത് ഈ ഇവിടെ ജംഗ്ഷനിലെത്തി I1 കടഞ്ഞ് പാസ് ചെയ്ത് R1 റെസിസ്റ്റൻസിലൂടെ വീണ്ടും പാസ് ചെയ്യും. അപ്പോൾ I1 ഇൻറ്റു R1 ഈക്വൽ ടു എന്താണ്? EMF അല്ലെ? അവിടെ EMF സോഴ്സ് എന്താണ്? E1 ആണ്. ഇതാണ് ഫസ്റ്റ് കിട്ടിയത്. അപ്പൊ ലൂപ്പ് 1 കിട്ടി. ക്ലിയർ ആണല്ലോ? അപ്പൊ ലൂപ്പ് 1 എന്താ? I1 പ്ലസ് I2 ഇൻറ്റു R2 പ്ലസ് I1 R1 ഈക്വൽ ടു E1 അവർ സോഴ്സ് കിട്ടി. അതിന് ഇക്വേഷൻ നമ്പർ എന്ത് ചെയ്യാം? 1 എന്ന് കൊടുത്തു. ഇനി നമ്മൾ ലൂപ്പ് 2 കൺസിഡർ ചെയ്യാം. ലൂപ്പ് 2 കൺസിഡർ ചെയ്യുന്ന സമയത്ത് E2 എന്ന EMF സോഴ്സ് എന്നാണ് എന്ത് ചെയ്യുക? I2 കറന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇതേ മരത്തിന് ചെയ്താലോ I1 പ്ലസ് I2 ഇൻറ്റു R2. ക്ലിയർ ആണല്ലോ? പ്ലസ് പ്ലസ് I2 ഇൻറ്റു R3. അതായത് ഇങ്ങനെ വരും I2. ഈ കറന്റ് ഇങ്ങനെ പോയിട്ട് ഇതിലൂടെ വരും. എന്നിട്ട് എന്ത് ചെയ്യുക? ഇങ്ങനെ പോകും, ഇവിടെ എത്തും. ക്ലിയർ ആണല്ലോ? അപ്പം I2 ഇൻറ്റു R3 ഈക്വൽ ടു എന്താ? E2 EMF എന്ന് പറയും. ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. അപ്പൊ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്കിപ്പോ എന്താ കിട്ടിയത്? ലൂപ്പ് 1ഉം ലൂപ്പ് 2ഉം കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്ത് ചെയ്യാ? ദ സം ഓഫ് കറന്റ് നമുക്ക് പറഞ്ഞൂടെ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ദി ആൾജിബ്രൈക് സം ഓഫ് പ്രൊഡക്റ്റ് ഓഫ് കറന്റ് ആൻഡ് റെസിസ്റ്റൻസ് ഇൻ എനി ക്ലോസ് ലൂപ്പ് ഈസ് ഈക്വൽ ടു EMF ഓഫ് ദാറ്റ് ലൂപ്പ് നമുക്ക് എന്ത് ചെയ്യാം? പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ലൂപ്പിലേക്ക് കൺസിഡർ ചെയ്യണം. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിന് മൂന്നാമത്തെ ലൂപ്പ് കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ല എളുപ്പമുള്ള വഴി എന്താ വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഈ മൂന്നാമത്തെ ലൂപ്പ് എന്ന് പറഞ്ഞാൽ EMF സോഴ്സിൽ നിന്ന് ഒരു കറന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് വിചാരിക്കാം. അതിൽ പോകുന്ന കറന്റ് ഇങ്ങനെ പോയിട്ട് R3 വഴി I1 വഴി R3 വഴി R1ലേക്ക് വന്നു, പിന്നെ E1ലേക്ക് തിരിച്ചെത്താണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല വഴി എന്താ വെച്ചാൽ ഇക്വേഷൻ 1 നിന്ന് ഇക്വേഷൻ 2 എന്ത് ചെയ്യാം? നമുക്ക് കുറച്ച് നോക്കാം. അപ്പൊ എന്താ കിട്ടും നമുക്ക് നോക്കാം. അപ്പൊ ബാക്കി അടുത്ത വരിയിൽ എഴുതാം. ഇക്വേഷൻ 1 മൈനസ് 2 ചെയ്ത് നോക്കാം. അപ്പൊ ഇക്വേഷൻ 1 എഴുതണം അല്ലെ? ഇക്വേഷൻ എന്താ? I1 പ്ലസ് I2 ഇൻറ്റു R2 അല്ലെ? പ്ലസ് I1 R1 ഈക്വൽ ടു E1. അതാണ് ഇക്വേഷൻ നമ്പർ 1. ഈ ഇക്വേഷൻ നമ്പർ 2 എഴുതി നോക്കാം. I1 പ്ലസ് I2 ഇൻറ്റു R2 പ്ലസ് I2 R3 ഈക്വൽ ടു E2. ഇക്വേഷൻ നമ്പർ 2. ഇനി ഇത് ഇക്വേഷൻ 1 മൈനസ് 2 ചെയ്ത് നോക്കാം. 1 മൈനസ് 2 ചെയ്ത് എന്താ കിട്ടുക? ശ്രദ്ധിക്കുക, എന്തായാലും ഈ ഒരു ഭാഗം ക്യാൻസൽ ആയി പോയി. ഓക്കെ, ബാക്കിയുള്ള എന്താ ഉണ്ടാവുക? ബാക്കി ചെയ്താം I1 R1 മൈനസ് I2 R3 ഈക്വൽ ടു E1 മൈനസ് E3. ഓക്കെ, ഇതാണ് ഇക്വേഷൻ നമ്പർ 3. ഇതാണ് ലൂപ്പ് നമ്പർ 3 എന്ന് പറയാം കേട്ടോ. അപ്പം 3 ലൂപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രൂഫ് ഓഫ് എന്താ പറയാ കിർച്ചോഫിന്റെ സെക്കൻഡ് ലോ എന്ന് പറയാം. അപ്പം വളരെ എളുപ്പമാണ്, നിങ്ങളൊന്ന് ചെയ്ത് പഠിച്ചാൽ മാത്രം മതി. അപ്പൊ നമ്മൾ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? കിർച്ചോഫിന് എപ്പോഴും നമ്മൾ പോകുന്ന ഡയറക്ഷനിൽ, അതായത് നമ്മൾ എന്ത് ചെയ്യുക? കറന്റ് പോകുന്ന ഡയറക്ഷനിലാണ്. അതായത് ഒരു കറന്റ് ജംഗ്ഷനിൽ എത്തുമ്പോൾ ആ ജംഗ്ഷനിലേക്ക് വരുന്ന കറന്റ് എന്ത് ചെയ്യുക? ആ കറന്റ് അതേ ഡയറക്ഷനിലാണെങ്കിൽ പോസിറ്റീവ് ആയിട്ട് എടുക്കണം. സപ്പോസ് ആ കറന്റ് വരുന്നത് അതായത് ഒരു കറന്റ് വേറൊരു കറന്റിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നെഗറ്റീവ് ആയിട്ട് എടുക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. അടുത്ത ടോപ്പിക്കാണ് വീസ്റ്റോൺ ബ്രിഡ്ജ്. അപ്പം വീസ്റ്റോൺ ബ്രിഡ്ജ് എന്നുള്ള എന്താണ് കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ വീസ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ ഒരു സെറ്റപ്പാണ്. ആ സെറ്റപ്പ് ഉണ്ടാക്കണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ടു ഫൈൻഡ് ദ അൺനോൺ റെസിസ്റ്റൻസ്. നമുക്ക് അറിയാത്ത ഒരു അൺനോൺ റെസിസ്റ്റൻസ്, ഒരു വയറിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിന്റെയോ അൺനോൺ റെസിസ്റ്റൻസ്. സപ്പോസ് ഒരു അൺനോൺ വയറാണ് വിചാരിക്കുക. ഒരു വയർ എടുക്കുക, ഒരു മെറ്റാലിക് വയർ എടുക്കുക. അപ്പം മെറ്റാലിക് വയറിന് അല്ലെങ്കിൽ കോപ്പർ വയർ എടുക്കുക. അപ്പം കോപ്പർ വയറിന് എന്ത് ചെയ്യുക? അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം എന്ന് വെക്കാം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സെറ്റപ്പാണ് വീസ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയാം. ഓക്കെ, അപ്പം വീസ്റ്റോൺ ബ്രിഡ്ജ് എന്തിനാ യൂസ് ചെയ്യുക? ടു ഫൈൻഡ് ദ അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് എന്ത് ചെയ്യുക? വീസ്റ്റോൺ ബ്രിഡ്ജ് യൂസ് ചെയ്യാന്ന് ആദ്യം മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇത്ര വീസ്റ്റോൺ ബ്രിഡ്ജിന്റെ അപ്പം എന്ത് ചെയ്യാം? നമുക്ക് ഡയഗ്രം കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് അതിന് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, അപ്പം വീസ്റ്റോൺ ബ്രിഡ്ജ് വരയ്ക്കാം. ഓക്കെ, അപ്പൊ വീസ്റ്റോൺ ബ്രിഡ്ജിന് സെറ്റപ്പ് വരയ്ക്കുകയാണ് ഇവിടെ. ഓക്കെ, അപ്പൊ നമുക്ക് വീസ്റ്റോൺ ബ്രിഡ്ജ് വരയ്ക്കണം. ഓക്കെ, വീസ്റ്റോൺ ബ്രിഡ്ജ് വരയ്ക്കണം.
ഇപ്പൊ നമുക്കിവിടെ പ്രധാനമായിട്ടും വരയ്ക്കുന്ന 4 റെസിസ്റ്റൻസ് ആണ് മനസ്സിലാക്കുക. 4 റെസിസ്റ്റൻസ് ആണ് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ സെറ്റപ്പാണ് നമ്മൾ വരയ്ക്കാൻ പോണത്. ഇവിടെ ഒരു സെല്ലുണ്ട് കേട്ടോ, സെല്ലുണ്ട്. അപ്പൊ ഇത്ര കാര്യം മനസ്സിലാക്കാം. ഇവിടെ നമ്മളൊരു ഗാൽവനോമീറ്റർ ഉണ്ട്, ഇത്രയും കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ സപ്പോസ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യാൻ പോണ് ABCD. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കാം, ഇവിടെ ഒരു കറന്റ് കൊടുക്കുന്നുണ്ട് അല്ലെ. ഇതിലൂടെ ഒരു കറന്റ് എന്ന് പറഞ്ഞാൽ അതിനാണ് എന്ത് ചെയ്യുക, I എന്ന് പറയാം. I എന്നുള്ള കറന്റ്. അപ്പൊ ഈ I എന്നുള്ള കറന്റ് A എന്നുള്ള ജംഗ്ഷനിൽ എത്തും. ഈ A എന്നുള്ള ജംഗ്ഷനിൽ എത്തി കഴിഞ്ഞാൽ ഈ കറന്റ് എന്ത് ചെയ്യുക, സ്പ്ലിറ്റ് ആയി മാറും. ഈ കറന്റ് A എന്നുള്ള കറന്റ് എന്ത് ചെയ്യുക, സ്പ്ലിറ്റ് ആയി മാറും. I1 ആൻഡ് I2 എന്നുള്ള കറന്റ് ആയിട്ട് മാറും. അപ്പൊ ഈ I1 കറന്റ് എന്ത് ചെയ്യുക, ഈ ഗാൽവനോമീറ്ററിലൂടെ കടന്നു പോകുമ്പോൾ ഈ I1 കറന്റിനെ പറയുന്ന വേറൊരു പേരാണ് എന്ത് ചെയ്യുക, ഗാൽവനോമീറ്റർ കറന്റ് IG എന്ന് പറയും. അപ്പൊ I1 കറന്റ് എന്ത് ചെയ്യുക, ഗാൽവനോമീറ്ററിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ആ കറന്റിനെ പറയുന്ന പേര് IG എന്നായിരിക്കും. ഓക്കെ, ഇവിടെ ഇത് PQRS, അത് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അൺനോൺ ആയിട്ടുള്ള, അതായത് റെസിസ്റ്റൻസിനാണ് എന്ത് PQRS എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. ഈ PQRS എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്, ഒരു സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസ് ആണ് എന്ത് ചെയ്യുക പറയുന്നത്. അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഒരു വയർ എടുക്കുക, അപ്പം ആ വയറിൽ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് ആണ് നമ്മളിങ്ങനെ ആർന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ PQRS എന്നുള്ള അടയാളപ്പെടുത്തി. ഓക്കെ, അപ്പം I1 എന്നുള്ള കറന്റ് ഗാൽവനോമീറ്ററിലൂടെ കടന്നു പോകുമ്പോൾ കറന്റ് സ്പ്ലിറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, IG എന്നുള്ള കറന്റായി മാറും. അങ്ങനെയാണെങ്കിൽ ബാക്കി പോകുന്ന കറന്റ്, അതായത് BC ജംഗ്ഷനിലേക്ക് പോകുന്ന കറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I1 നിന്നിട്ട് IG കറന്റ് കുറച്ചാ പോരെ. ക്ലിയർ ആയോ? അതായത് I1 കറന്റ് എന്ത് ചെയ്യുക, ഗാൽവനോമീറ്ററിലൂടെ കടന്നു പോകുമ്പോൾ അതിന് പറയുന്ന പേര് IG കറന്റ്. ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് കറന്റ് ആയിരിക്കും എന്ത് ചെയ്യുക, BC ജംഗ്ഷനിലൂടെ കടന്നു പോകുക. അത് I1 മൈനസ് IG കറന്റ് ആയിരിക്കും എന്ത് ചെയ്യുക, ബാക്കിയുള്ള BC ജംഗ്ഷനിലൂടെ കടന്നു പോവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം AD ജംഗ്ഷനിലേക്ക് I2 കറന്റ് ആണ് വരുന്നത്. ഈ I2 കറന്റ് ഇവിടേക്ക് എത്തും. അതേമാതിരി എന്ത് ചെയ്യുക, IG കറന്റ് ഈ ജംഗ്ഷനിലേക്ക് എത്തും. ഇന്ന് അതിന് ശേഷം എന്ത് ചെയ്യുക, ഈ കറന്റ് രണ്ടും കൂടിച്ചേരിട്ട് എന്തായി മാറും, I2 പ്ലസ് IG കറന്റ് ആയിട്ട് C ജംഗ്ഷനിലേക്ക് എത്തും. ക്ലിയർ ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക, ബേസിക് ആയിട്ട് നമ്മൾ ഈ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ ഡയഗ്രാം. ഇതാണ് ബേസിക് ഡയഗ്രാം ഓഫ് എ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക, അൺനോൺ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കാം. അപ്പൊ സപ്പോസ് ഞാൻ എടുക്കുന്ന Q എന്നുള്ളത് എന്ത് ചെയ്യുക, അൺനോൺ റെസിസ്റ്റൻസ്. ഓക്കെ, ഈ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ക്രിച്ച്ഹോഫിന്റെ ലോസ് ആണ് കേട്ടോ. അപ്പൊ ക്രിച്ച്ഹോഫിന്റെ ലോസ് ആണ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എന്താണ് ക്രിച്ച്ഹോഫ് ലോസ് അല്ലെ. ക്രിച്ച്ഹോഫിന്റെ ലോസ് ആണ് എന്ത് ചെയ്യുക, ബേസിക് പ്രിൻസിപ്പിൾ ആയിട്ട് പറയാം. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് ചോദിക്കുമ്പോൾ എന്താ പറയണ്ടേ, അതിന് ക്രിച്ച്ഹോഫ് ലോസ് ആണ് പറയാം. അപ്പോൾ നമ്മൾ ഇതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ക്രിച്ച്ഹോഫിന്റെ ഫസ്റ്റ് ലോ നമ്മൾ അപ്ലൈ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഈ ക്രിച്ച്ഹോഫിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ ക്രിച്ച്ഹോഫ് ലോ നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് ആദ്യം അപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം ശ്രദ്ധിക്കുക, ക്രിച്ച്ഹോഫ് ലോ ആദ്യം അപ്ലൈ ചെയ്യുമ്പോൾ അപ്പം ക്രിച്ച്ഹോഫിന്റെ ഫസ്റ്റ് ലോ ആണെന്ന് ചോദിക്കാം. എന്താണ് ഫസ്റ്റ് ലോ നമ്മൾ അപ്ലൈ ചെയ്യാം. എന്താ നോക്കിയാൽ ഫസ്റ്റ് ലോ എന്ന് പറയുന്നതിന്റെ ജംഗ്ഷൻ റൂൾ. ഓക്കെ, അപ്പൊ ബി എന്നൊരു ജംഗ്ഷൻ എടുക്കുക. ബി എന്ന ജംഗ്ഷനിലേക്ക് വരുന്ന കറന്റ് ഏതാണ് നമുക്ക് നോക്കാം. ബി എന്ന ജംഗ്ഷൻ എടുക്കുക. അപ്പം ബി എന്ന ജംഗ്ഷനിലേക്ക് വരുന്ന കറന്റ് ഏതാ, I1 എന്നുള്ള കറന്റാണ് വരുന്നത്. അപ്പൊ I1 എന്നുള്ള കറന്റ് ബി എന്ന ജംഗ്ഷനിലേക്ക് വരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ബി എന്ന ജംഗ്ഷൻ, അത് വരുന്ന കറന്റ് പോസിറ്റീവും പോകുന്ന കറന്റ് നെഗറ്റീവ് ആയിട്ട് നമ്മൾ എടുക്കണം. ഈ ബി എന്ന ജംഗ്ഷനിലേക്ക് വരുന്ന കറന്റ് I1 ആയി എടുക്കുക. പോകുന്ന കറന്റ് ഏതാ, ബി ജംഗ്ഷനിൽ പോകുന്ന കറന്റ് IG ഉണ്ട്, അതുപോലെ തന്നെ I1 മൈനസ് IG ഉണ്ട്. അപ്പൊ അതിന് നിങ്ങൾ നെഗറ്റീവ് ആയിട്ട് എടുക്കുക. മൈനസ് IG എന്നുള്ളൊരു കറന്റ് പുറത്തേക്ക് പോവാണ്. അതുപോലെ തന്നെ മൈനസ് I1 പ്ലസ് IG എന്നുള്ള കറന്റ് എന്ത് ചെയ്യുക, പുറത്തേക്ക് പോവാണ്. അത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇവിടെ 0 ആയിരിക്കും. ക്ലിയർ അല്ലേ. അവിടെ I1 ഉണ്ട്, മൈനസ് I1 ഉണ്ട്, ക്യാൻസൽ ആയി പോകും. മൈനസ് IG പ്ലസ് IG ഉണ്ടാവും. അപ്പൊ എന്ത് രണ്ടും ക്യാൻസൽ ആയി പോകും. ഓക്കെ, I1 ഇവിടെ മൈനസ് ആണ്, പ്ലസ് അല്ല മൈനസ് ആണ്. ഓക്കെ, ഇനി അടുത്ത ജംഗ്ഷൻ ഡി എന്ന ജംഗ്ഷൻ കൺസിഡർ ചെയ്യാം. അപ്പൊ എന്താണ് ഡി എന്ന ജംഗ്ഷൻ കൺസിഡർ ചെയ്യുക. അപ്പൊ അവിടേക്ക് വരുന്ന കറന്റ്, ഡി എന്ന ജംഗ്ഷനിലേക്ക് വരുന്ന കറന്റ് ആദ്യം പോസിറ്റീവും പോകുന്ന കറന്റ് എന്ത് ചെയ്യുക, നെഗറ്റീവ് ആയിട്ട് എടുക്കണം. അപ്പൊ വരുന്ന കറന്റ് ആണ് ഒന്ന് I2 ഉണ്ട്, അതുപോലെ തന്നെ വേറൊരു കറന്റ് ആണ് I2 പ്ലസ് IG എന്നുള്ള കറന്റ് ബി എന്ന ജംഗ്ഷനിലേക്ക് വരുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പം അതായത് ബി എന്ന ജംഗ്ഷനിലേക്ക് വരുന്ന കറന്റ് I2 എന്ന കറന്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു കറന്റ് ആണ്
നമുക്ക് എങ്ങനെ എടുക്കാം, ഒരു മിനിറ്റ്. ഓക്കെ, IG എന്നുള്ള കറണ്ട് എടുക്കാം. ക്ലിയർ അല്ലേ? അപ്പൊ D എന്ന ജംഗ്ഷനിലേക്ക് വരുന്ന രണ്ട് കറണ്ടുകളാണ്, ഒന്ന് I2 ഒന്ന് IG-യും. അപ്പൊ അതേമാതിരി പോകുന്ന കറണ്ട് ആണ് എന്ത് ചെയ്യുക, I2 പ്ലസ് IG എന്ന് പറയുന്നത്. D എന്ന ജംഗ്ഷനിൽ പോകുന്ന കറണ്ട് I2 പ്ലസ് IG. അപ്പൊ അതെന്ത് ചെയ്യുക, 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ക്രിച്ചോഫിൻ ജംഗ്ഷൻ റൂൾ എന്ന് പറഞ്ഞാൽ എന്താ, ദ ആൾജിബ്രിക് സം ഓഫ് കറന്റ് മീറ്റിംഗ് അറ്റ് ജംഗ്ഷൻ ഇസ് 0. അങ്ങനെ വരുന്ന കറണ്ടും പോകുന്ന കറണ്ടും മീക്കിലാണ് നമുക്ക് എന്ത് ചെയ്യുക, അതിന് കിട്ടി. ക്ലിയർ ആണല്ലോ? അപ്പൊ അതാണ് ക്രിച്ചോഫിന്റെ ഫസ്റ്റ് ലോ. ആദ്യം നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യും. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ക്രിച്ചോഫിന്റെ സെക്കൻഡ് ലോ എന്ത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ കേസിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ലോ, അപ്പൊ ക്രിച്ചോഫിന്റെ സെക്കൻഡ് ലോ ആണ് അത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, രണ്ട് ലൂപ്പുകൾ കൺസിഡർ ചെയ്യണം. അപ്പൊ ലൂപ്പ്, ഇതൊരു ലൂപ്പാണ് മനസ്സിലായത്. ഇങ്ങനെ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യാം. എയിൽ നിന്ന് തുടങ്ങി ബിയിലൂടെ പോയി ഡിയിലെത്തി, ഡിയിൽ നേരെ എയിലേക്ക് വരിക. അതൊരു ലൂപ്പായിട്ട് കൺസിഡർ ചെയ്യാം. ക്ലിയർ ആണല്ലോ? അപ്പൊ ലൂപ്പ്, ഇതാണ് ലൂപ്പ് 1 കേട്ടോ, ലൂപ്പ് 1. ഇനി വേറെ ലൂപ്പാണ്, ബിയിൽ നിന്ന് തുടങ്ങിയിട്ട് ഇതിലൂടെ പോയി സിയിലെത്തി, സിയിൽ നിന്ന് പോയിട്ട് ഡിയിലെത്തി, ഡിയിൽ നിന്ന് നേരെ മുകളിലോട്ട് പോയി, ഇങ്ങനെ വരും കേട്ടോ, ഇങ്ങനെ എത്തി മുകളിലോട്ട് പോവാ, എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യാം, ബിയിൽ തന്നെ എത്താം. അപ്പോൾ രണ്ട് ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ലൂപ്പും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ രണ്ട് ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ലൂപ്പിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ക്രിച്ചോഫ് ലോ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പം ക്രിച്ചോഫ് ലോ ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഒരു ജംഗ്ഷനിലാണ്, ലൂപ്പ് 1ലാണ് കൊടുക്കുന്നത്. ABD എന്ന ലൂപ്പിലാണ് കേട്ടോ. അപ്പം ലൂപ്പ് ABDA, ലൂപ്പ് ABDA. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ക്രിച്ചോഫിന്റെ ലോ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ ഇവിടേക്ക് വരുന്ന കറന്റ് ഏതൊക്കെ ആയിരിക്കും, I1 × P. അതായത് വരുന്ന കറന്റ് I1 ആണ്, കൂടാതെ ഇവിടെയുള്ള റെസിസ്റ്റൻസ് P ആണ്. ഓക്കെ, അപ്പൊ I1P. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്ത I1P. ഓക്കെ, ഇനി B to D യിലേക്ക് വരുന്ന കറന്റ് എന്താ, IG × G ആണ്. IG എന്നുള്ള കറന്റും G എന്ന് പറഞ്ഞാൽ എന്താ, റെസിസ്റ്റൻസും ആണ്. അങ്ങനെയാണ് ഇവിടെ വരുന്നത് പ്ലസ് IG × G. ഓക്കെ, D to A യിലേക്ക് എന്ത് ചെയ്യാം, നമ്മൾ കറന്റ് ഇങ്ങനെ വരുന്നുണ്ടല്ലേ, കറന്റ് വന്നു, അതായത് IG എന്നുള്ള കറന്റ് ഇവിടെ എത്തി. ഓക്കെ, IG × G എന്നുള്ള റെസിസ്റ്റൻസ് കറന്റ് ഇവിടെ എത്തി. അപ്പൊ D എന്ന ജംഗ്ഷനിൽ എന്ത് ചെയ്യുക, കറന്റ് എപ്പോഴും എന്ത് ചെയ്യുക, വരുന്ന IG കറന്റിന് ഓപ്പോസിറ്റ് ആണ് D to A ജംഗ്ഷനിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ നെഗറ്റീവ് ആയിട്ട് എടുക്കാം. അപ്പൊ നമ്മൾ ഇങ്ങനെ മൈനസ് I2 നോക്കാം, I2 × R, I2 × R ഈക്വൽ ടു ഇവിടെ ഈ ഒരു ഗ്രൂപ്പ് 1ൽ ഒരു യാതൊരുവിധ EMF സോഴ്സും ഇല്ല. അങ്ങനെയാണ് എന്ത് ചെയ്യുക, 0 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യുക, 0. അപ്പൊ ലൂപ്പ് 1 എന്ത് ചെയ്യുക, ABDA = I1P + IGG - I2R = 0. ഇനി നമ്മൾ ലൂപ്പ് 2 കൺസിഡർ ചെയ്യാം. ലൂപ്പ് 2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇതാ BCDB, BCDB കൺസിഡർ ചെയ്യാം. BCDB കൺസിഡർ ചെയ്ത് ഞാൻ ശ്രദ്ധിക്കാം. അപ്പം BCDB അതാണ് ലൂപ്പ്. അപ്പൊ അതിലേക്ക് വരുന്ന കറന്റ് ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ വരുന്നത് ഫസ്റ്റ് വരുന്നത് നോക്കുക, I1 - IG × Q ആണ്. അപ്പൊ അവിടെ എഴുതാം I1 - IG × Q. ഓക്കെ, അത് BC ജംഗ്ഷനിൽ. ഇനി CD ജംഗ്ഷനിലേക്ക് അതിന് ഓപ്പോസിറ്റ് ആയി വരുന്ന കറന്റ് ആണ് I2 + IG × റെസിസ്റ്റൻസ് S. അപ്പൊ മൈനസ് ചെയ്യാം, I2 + IG × S. ഓക്കെ, പിന്നെ D to B ജംഗ്ഷനിലേക്ക് വരുന്ന കറന്റ് എപ്പോഴും എന്ത് ചെയ്യുക, I2 + IG എന്ത് ചെയ്യുക, ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, അല്ല I1 - IG ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ D to B ജംഗ്ഷനിലേക്ക് വരുന്ന കറന്റ് എങ്ങനെയായിരിക്കും വരിക, -IGG കറന്റ് ആൻഡ് റെസിസ്റ്റൻസിലെ IG എന്ന കറന്റും അവിടെ റെസിസ്റ്റൻസ് IGG ഈക്വൽ ടു എന്ത് ചെയ്യുക, ഒരു EMF സോഴ്സ് ഒന്നും ഇല്ല ആ ലൂപ്പിൽ, എന്ത് ചെയ്യുക, ഒരു യാതൊരുവിധ EMF സോഴ്സും ഇല്ല. അങ്ങനെയാണെങ്കിൽ IGG എന്ത് ചെയ്യുക, 0 ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ പറയാൻ പോണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, നമുക്ക് എന്ത് ചെയ്യും, ഒരു അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പൊ Q എന്നാണ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ Q എന്നാണ് നമുക്ക് എന്ത് ചെയ്യുക, അൺനോൺ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഗാൽവനോമീറ്ററിലൂടെ ഒഴുകുന്ന കറന്റ് എന്ത് ചെയ്യുക, എപ്പോഴും 0 ആയിട്ട് കൺസിഡർ ചെയ്യണം. അതായത് ഗാൽവനോമീറ്ററിലൂടെ ഒഴുകുന്ന കറന്റ് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കണം. അതായത് ടു ഫൈൻഡ് ദ unknown resistance,
we have to set the galvanometer current equal to 0. galvanometer current എന്ത് ചെയ്യുക, 0 ആയിട്ട് കൺസിഡർ ചെയ്യണം. അതായത് galvanometer current പറഞ്ഞാൽ IG എന്ത് ചെയ്യുക, 0 ആക്കി കൺസിഡർ ചെയ്യണം. അപ്പൊ IG 0 ആക്കി കൺസിഡർ ചെയ്യുന്നത് എന്താ കിട്ടുക നോക്കാം. അപ്പം ഈ ഇക്വേഷനിലേക്ക് IG-ക്ക് 0 കൊടുക്കുക. അപ്പൊ IG-ക്ക് 0 കൊടുത്താൽ ഈ ഭാഗം പോയി, ഇവിടെ പോയി, അതുപോലെ തന്നെ ഇവിടെയും പോയി, ഇതും പോയി. ബാക്കി എന്താ ഉണ്ടാവുക നമുക്ക് എഴുതി വെക്കാം. ഓക്കെ, ബാക്കി I1P മൈനസ് I2R, അതായത് I1P മൈനസ് I2R ഇക്വൽ ടു 0. അപ്പൊ അടുത്ത് നോക്കാം. അതേമാതിരി തന്നെ എന്ത് ചെയ്യാം, I1Q മൈനസ് I2S, അതായത് I1Q മൈനസ് I2S ഈസ് ഇക്വൽ ടു 0. ഓക്കെ, അപ്പൊ ഇത് കിട്ടി. ഇതിന് ഇക്വേഷൻ നമ്പർ നമ്മൾ എന്ത് ചെയ്യാം, ഇക്വേഷൻ നമ്പർ 3 and 4 എന്ന് കൊടുക്കാം. അപ്പൊ ഇക്വേഷൻ 3/4 ഡിവൈഡ് ചെയ്ത് എന്താ കിട്ടുക അത് നോക്കാം. അപ്പൊ അതൊന്ന് എഴുതി നോക്കാം. ഇക്വേഷൻ 3/4. അപ്പം I1 കട്ടായി പോയി, I2 കട്ടായി പോയി. അപ്പൊ ബാക്കി എന്താ ഉണ്ടാവുക, ബാക്കിയുള്ള കാര്യം അതായത് P മൈനസ് R ഇസ് ഇക്വൽ ടു 0, അതേമാതിരി Q മൈനസ് S ഇസ് ഇക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പൊ അതിൽ നിന്ന് കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ആ ഈക്വൽ ടു സൈൻ, അതായത് ഈ മൈനസ് സൈനെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ഈ ആറിന് അപ്പുറത്തേക്ക് കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ ഇത് ഡിവൈഡ് ചെയ്യും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക P/Q ഈക്വൽ ടു R/S എന്ന് കിട്ടി. എന്താണ് P/Q ഈക്വൽ ടു R/S എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്, അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറയും. ഈ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് എന്ത് ചെയ്യുക, ബാലൻസിങ് കണ്ടീഷൻ ഓഫ് എ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. ബാലൻസിങ് കണ്ടീഷൻ ഓഫ് ആൻ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ ബാലൻസിങ് കണ്ടീഷൻ അതിന് പറയാം. അപ്പൊ Q ആണ് അൺനോൺ റെസിസ്റ്റൻസ്. നമ്മൾ കണ്ടുപിടിക്കുന്ന റെസിസ്റ്റൻസ് എന്നുണ്ടെങ്കിൽ Q കാണാൻ വേണ്ടിയിട്ട് Q ഇക്വൽ ടു എന്താ, PS/R നമുക്ക് കിട്ടും. അപ്പൊ Q കണ്ടുപിടിക്കുക അല്ലെ, Q ഇക്വൽ ടു എന്ന് പറഞ്ഞാൽ PS/R. അപ്പൊ PS/R കിട്ടിക്കഴിഞ്ഞാൽ Q എന്നുള്ള അൺനോൺ റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യമാണ് നമുക്ക് എന്ത് ചെയ്യുക ഈ വീഡിയോസിലൊക്കെ പറയാനുള്ളത്. അപ്പം ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും. അതുവരെ ഗുഡ് ബൈ.